ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലീഷ് ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? ഹലോ, എടാ ഒന്ന് മൈക്ക് ഓൺ ആക്കി റെസ്പോണ്ട് ചെയ്യണേ. ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മെസ്സേജ് കാണാൻ പറ്റില്ല, അതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ ഒരു സെക്ഷൻ വരുന്നത് നമുക്കൊരു വാക്ക് തരും, എന്നിട്ട് നമ്മൾ ആ വേർഡിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന മീനിങ്ങിനെ പറ്റി നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യണം. അതാണ് നമ്മുടെ ക്ലീഡ് എൻട്രൻസിൻ്റെ ഒരു സെക്ഷൻ വരുന്നത്. ഇപ്പം എങ്ങനെ പോകുന്നു ക്ലീ കോച്ചിങ് ഒക്കെ? മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് വേർഡ്സ് ഉണ്ട്, ഇതിൻ്റെ മീനിങ്ങും ഓപ്പോസിറ്റും കേട്ടോ. ഫസ്റ്റ് ആണ് കിസോക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് വരുന്ന വേർഡാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻസ് എന്തൊക്കെയാ? വെയർ ഹൗസ്, ബൂത്ത്, മാൻഷൻ, കോറിഡോർ. കിസോക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ ടെമ്പററി പെർമനന്റ് സ്റ്റോളിനെയാണ്, നമ്മുടെ ഈ ടെലിഫോൺ ബൂത്ത് പോലുള്ള സാധനങ്ങളെയാണ് ഈ കിസോക്ക് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കിസോക്ക് എന്ന വേർഡിന് ക്ലോസസ്റ്റ് ആയി മീനിങ് വരുന്ന വാക്ക് ഏതാണ്?
അപ്പം ഈ ഓപ്ഷനിൽ ബൂത്ത് ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അപ്പാൽ എന്ന് പറയുന്ന വാക്കിന് ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന മീനിങ് ഉള്ള വേർഡ് ഏതാണെന്നാണ്. നമുക്ക് ഓപ്ഷൻ വന്നിരിക്കുന്നത് ടെറിഫൈ, ഡിസ്മേ, ഡിലൈറ്റ്, ഷോക്ക്. അപ്പം അപ്പാൽ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ കറക്റ്റ് മീനിങ് വരുന്ന ടേം എന്ന് പറയുന്നത് ഡിലൈറ്റ് എന്നാണ്. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് ജോയ് ഓർ പ്ലഷർ, അതാണ് ആ വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്തത് ടെൻറ്റേറ്റീവ് ഡിസിഷൻ. ടെൻറ്റേറ്റീവ് ഡിസിഷന്റെ മീനിങ് എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊവിഷണൽ ആയിട്ടുള്ള ഡിസിഷനെ ആണ് നമ്മൾ ടെൻറ്റേറ്റീവ് ഡിസിഷൻ എന്ന് പറയുക. പ്രൊവിഷണൽ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആക്കപ്പെടാത്ത, അതായത് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഡിസിഷൻ എടുക്കില്ലേ, അതിനെയാണ് പ്രൊവിഷണൽ ഡിസിഷൻ എന്ന് പറയുക. സോ ടെൻറ്റേറ്റീവ് ഡിസിഷന്റെ മീനിങ് വരുന്നത് പ്രൊവിഷണൽ ഡിസിഷൻ എന്നാണ് കേട്ടോ. അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് ടെൻറ്റേറ്റീവ്. അപ്പം മീനിങ് മാത്രമല്ല, ക്ലീക്ക് MCQയിൽ ഓപ്പോസിറ്റ് നമ്മുടെ അടുത്ത് ചോദിക്കും. ആന്റോണിയം, സിനോണിയം, അതറിയാലോ. ആന്റോണിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ്, നമുക്ക് തന്ന വേർഡിന്റെ ഓപ്പോസിറ്റിനെയാണ് ആന്റോണിയം എന്ന് പറയുക. സിനോണിയം എന്ന് പറഞ്ഞാൽ സിമിലർ മീനിങ് ഉള്ള വേർഡ്, അതിന്റെ മീനിങ് വരുന്ന വേർഡാണ് സിനോണിയം. അപ്പം ക്ലീക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒന്നെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വാക്ക് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സിനോണിയം ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആന്റോണിയംസ്, ഓപ്പോസിറ്റ്സ്. ഇത് നാലുമാണ് മെയിനായി ചോദിക്കുക. പിന്നെ ചോദിക്കുക ഇഡിയംസ് ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നിട്ട് അതിന് ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന സെന്റൻസ് ഏതാണ്, ഇതിന്റെ മീനിങ് പൊട്രേ ചെയ്യുന്ന സെന്റൻസ് ഏതാണ്, അങ്ങനെയാണ് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് വരിക. അടുത്ത ടെൻറ്റേറ്റീവ് ആണ്. ടെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് എന്നാണ് കേട്ടോ അതിന്റെ മീനിങ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്ജുഡിക്കേറ്റ് എ ഡിസ്പ്യൂട്ട്. ഒരു ഡിസ്പ്യൂട്ടിനെ അഡ്ജുഡിക്കേറ്റ് ചെയ്യുക എന്നതിന്റെ മീനിങ് വരുന്ന ടേം ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്തൊക്കെയാ? ഇഗ്നോർ ചെയ്യുക, ഡിലേ ചെയ്യുക, ജഡ്ജ് ചെയ്യുക, എസ്കലേറ്റ് ചെയ്യുക. അപ്പൊ ഡിലേ ചെയ്യുക ഒരിക്കലും വരില്ല. അഡ്ജുഡിക്കേറ്റ് എ ഡിസ്പ്യൂട്ട്, ഒരു ഡിസ്പ്യൂട്ടിനെ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്ജുഡിക്കേറ്റ് എ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് ഇടുവോ? ഓക്കെ. മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ അപ്പൊ തന്നെ. അപ്പൊ ഇനി അടുത്തത് അഡ്ജുഡിക്കേറ്റിന്റെ ആന്റോണിയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്ജുഡിക്കേറ്റിന്റെ മീനിങ് എന്താ? സെറ്റിൽ ചെയ്യുക, ജഡ്ജ് ചെയ്യുക എന്നതാണ്. അപ്പൊ അതിന്റെ ആന്റോണിയം എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതെന്തായിരിക്കും? ഓവർലുക്ക് ചെയ്യുക. ബാക്കി 3 ഓപ്ഷൻ എന്തൊക്കെയാ? ഡിസൈഡ്, ഡിറ്റർമൈൻ, ആർബിട്രേറ്റ്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളൊരു വിഷയത്തിലേക്ക് ഇറങ്ങി ചെന്ന് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി പഠിക്കുന്നതാണ്. അപ്പം അഡ്ജുഡിക്കേറ്റിന്റെ മീനിങ് എന്താ? ഒരു സാധനത്തിനെ ജഡ്ജ് ചെയ്യുക. ജഡ്ജ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി പഠിക്കുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന മീനിങ് ആണ് ഓവർലുക്ക്, ജസ്റ്റ് ഒന്ന് പുറമേ നോക്കി പോവുക. അപ്പൊ അതാണ് ആന്റോണിയം വരിക അഡ്ജുഡിക്കേറ്റിന്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സിറേനിന്റെ സിനോണിയം എന്താ? സിനോണിയം എന്ന് പറഞ്ഞാൽ ഈ 2 ടേം മാറിപ്പോരുത് കേട്ടോ. ആന്റോണിയം, സിനോണിയം എന്ന് പറയുന്ന 2 ടേം തിരിഞ്ഞു പോരുത്. ആന്റോണിയം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ്, സിനോണിയം എന്ന് പറഞ്ഞാൽ സിമിലർ മീനിങ്. ഇവിടെ നമുക്ക് സിറീനിന്റെ സിമിലർ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് സിനോണിയം എന്ന് പറയുന്നത്. എന്താണ്? ട്രാൻക്വിൽ ആണ് സിറീനിന്റെ റിയൽ മീനിങ് വരുന്നത്. ട്രാൻക്വിൽ ആണ് സിനോണിയത്തിന്റെ റിയൽ മീനിങ് വരുന്നത്. അതിന്റെ മീനിങ് എന്താ? കാം ആൻഡ് പീസ്ഫുൾ, അല്ലെങ്കിൽ എന്താ? ഫ്രീ ഫ്രം വറി ഓർ ഡിസ്റ്റർബൻസ്, വേറൊരു ശല്യങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ ഉള്ളത് തന്നെ പുറത്ത് കാട്ടുക. ഇപ്പൊ നമുക്ക് ഒരു ചിരിയാണ് വരുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ പുറത്ത് കാട്ടുക, അതിനെയാണ് സിറീൻ. ട്രാൻക്വിൽ, വിത്തൗട്ട് എനി, ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാം കാണിക്കുക പുറത്ത്, അതാണ് സിറീനിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ സിറീൻ വരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? സംശയമില്ലല്ലോ.
അപ്പൊ സിറീൻ വരെ എല്ലാവർക്കും ക്ലിയർ അല്ലേടാ? ഒന്ന് പറയോ. ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാണേ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? അതൊന്നുകൂടെ പറയോ? ഹലോ, എടാ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? അതൊന്നുകൂടെ പറയോ? ഓക്കെ ഓക്കെ. അടുത്തതാണ് ഇൻഡിജന്റ്, അതായത് ഒഫൻഡഡ് ആവുക. അതാണ് ഇൻഡിജന്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഒഫൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പെട്ടെന്ന് അപ്സെറ്റ് ആവുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്കത് ഇൻസൾട്ടായി തോന്നിയിട്ട് നമ്മൾ അപ്സെറ്റ് ആവുക. അതാണ് ഒഫൻഡഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇൻഡിജനന്റെ മീനിങ് ആണ് ഒഫൻഡഡ് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ഓപ്പോസിറ്റ്. കണ്ട, ആദ്യം ചോദിച്ചത് എന്താ? ഇൻഡിജനന്റെ മീനിങ് എന്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇതേ വാക്കിന്റെ ഓപ്പോസിറ്റ് എന്നാണ്. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ആദ്യം മാറ്റി കുത്തിയാലും വീണ്ടും മാറ്റി ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. നമുക്ക് OMR അല്ല, കമ്പ്യൂട്ടറിലാണ്. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ചെയ്തിട്ട് വായിച്ചു നോക്കുക, സെയിം ആണോ ഓപ്പോസിറ്റ് ആണോ എന്ന് ഒന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക കേട്ടോ. അടുത്ത വന്നിരിക്കുന്നത് എന്താ? ഇൻഡിജന്റിന്റെ ഓപ്പോസിറ്റ്. അതെന്തായിരിക്കും? പ്ലീസ്ഡ് ആയിരിക്കും. ഇൻഡിജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് അപ്സെറ്റ് ആവുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പെട്ടെന്ന് പ്ലീസ്ഡ് ആവുക. ഇനി പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് എന്താണെന്നാണ്. എന്താ പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ? ഡീപ്പായിട്ട് എന്തെങ്കിലും ഒരു മീനിങ് ഉള്ള സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നന്നായി ചിന്തിപ്പിക്കാൻ കഴിവുള്ള സ്റ്റേറ്റ്മെന്റ്സ്, അതിനെയാണ് പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുക. അപ്പം പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് എന്താ വരിക? ട്രിവിയൽ. ഇതിൽ രണ്ട് ഓപ്ഷനും കറക്റ്റ് ആണ് കേട്ടോ. ട്രിവിയലും ഇൻസൈറ്റ്ഫുള്ളും കറക്റ്റ് ആണ്. അപ്പൊ ഇത് ഏത് കുത്തിയാലും നമുക്ക് മാർക്ക് കിട്ടും. അടുത്തതാണ് പ്രൊഫൗണ്ടിന്റെ ആന്റോണിയം എന്താണെന്നുള്ളത്. ആന്റോണിയം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, അതാണ് സൂപ്പർഫിഷ്യൽ. ഇനി പ്ലാസിഡ് എന്ന, നമ്മളിപ്പം നിങ്ങൾ കുറേ മീനിങ്സിലൂടെ ഒക്കെ പോകണം, കാര്യം അത്ര സിമ്പിൾ ആയിട്ടുള്ളതല്ല ചോദിക്കുക എക്സാമിന്. മീനിങ്സ് നമ്മൾ കേൾക്കാത്ത പല വാക്കുകളായിരിക്കും. നമുക്ക് ഓപ്ഷൻസ് കേട്ട് പരിചയം ഉണ്ടാവും, അതിന്റെ മീനിങ്സ് നമുക്ക് പരിചയമുള്ളതായിരിക്കും. പക്ഷെ തന്നിരിക്കുന്ന വാക്ക് ചിലപ്പോൾ നമുക്ക് ഒട്ടും ഫെമിലിയർ ആയിട്ടുള്ളതാവണം എന്നില്ല. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഇപ്പം ഈ തന്ന എക്സസൈസ് ഒക്കെ നല്ലോണം വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്തതാണ് പ്ലാസിഡ് എന്ന വാക്കിന്റെ മീനിങ് എന്താണെന്ന്, എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന്. പ്ലാസിഡിന്റെ മീനിങ് എന്താ? ഒരു കാമും പീസ്ഫുള്ളും ആയിട്ടുള്ള ഒരു സാധനത്തിനാണ് നമ്മൾ പ്ലാസിഡ് എന്ന് പറയാം. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് പ്ലാസിഡിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ്. അത് ടർബുലന്റ് ആണ്. ടർബുലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റാറ്റിക് അല്ലാത്തൊരവസ്ഥ, മൊത്തം ഡിസ്റ്റർബ്ഡ് ആയ ഒരു അവസ്ഥയിലാണ് ടർബുലന്റ് എന്ന് പറയുന്നത്. അടുത്ത വേർഡാണ് ഒവേർട്ട്. ഒവേർട്ടിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാ? സീക്രട്ട്, ഹിഡൻ, ഒബ്വിയസ്, മാസ്ക്ഡ്. ഒവേർട്ടിന്റെ മീനിങ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ്, അതാണ് ഒവേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള മീനിങ് വരുന്നത് ഒബ്വിയസ് ആണ്. കാര്യം ബാക്കിയൊക്കെ എന്താ? സീക്രട്ട്, ഹിഡൻ, മാസ്ക്ഡ്, മൂടി വെക്കുന്നതാണ്. ഒവേർട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എന്നാണ് അർത്ഥം. സോ അതിന്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള മീനിങ് വരുന്നത് ഒബ്വിയസ് ആണ്. അടുത്തത് ഒവേർട്ടിന്റെ ആന്റോണിയം, അതായത് ഒവേർട്ടിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? ഒവേർട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്. അപ്പൊ എന്താണ് ക്ലോസ്ഡ്, കോവേർട്ട് ആയിട്ടുള്ളത്? അതാണ് ഒവേർട്ടിന്റെ ആന്റോണിയം വരിക. അടുത്തതാണ് അൺആംബിഗ്വസിന്റെ സിമിലർ മീനിങ്. ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് അൺആംബിഗ്വസ്. അതായത് അൺആംബിഗ്വസ് എന്ന് പറയുന്ന ടേമിനോട് സിമിലറായി വരുന്ന മീനിങ് ഉള്ള ടേം ഏതാന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ ഓപ്ഷൻ ഉള്ളത്? വേഗ്, ഒബ്സ്കർ, ക്ലിയർ, കൺഫ്യൂസിങ്. ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ക്ലിയർ അല്ലാത്ത കാര്യങ്ങൾ. അപ്പം അൺആംബിഗ്വസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയ കാര്യങ്ങൾ. ഓക്കെ, അപ്പം അൺആംബിഗ്വസിന്റെ മീനിങ് വരുന്നത് ക്ലിയർ എന്നാണ്. അടുത്തതാണ് കൺസീൽഡിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന്. ആന്റോണിയം, കൺസീൽഡിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കൺസീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? മൂടി വെച്ചത്. നമ്മളിപ്പം ഹിഡൻ, ഒരു നമ്മൾ സീക്രട്ട് കീപ്പ് ചെയ്യുക, എന്തെങ്കിലും ഒരു സാധനം കവർ ചെയ്ത് വെക്കുക, അതിനെയാണ് കൺസീൽഡ് എന്ന് പറയാം. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് കൺസീൽഡിന്റെ ഓപ്പോസിറ്റ് ആണ്, അഥവാ ആന്റോണിയം ആണ്. അതെന്തായിരിക്കും? റിവീൽഡ്. കൺസീൽഡ് മൂടി വെക്കുകയാണെങ്കിൽ കൺസീൽഡിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? റിവീൽ, ഓപ്പൺ അപ്പ് ആകുക. അടുത്തത് ഹോസ്റ്റൈലിന്റെ ക്ലോസസ്റ്റ് മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോസ്റ്റൈലിന്റെ ക്ലോസസ്റ്റ് മീനിങ് എന്തൊക്കെയാ ഓപ്ഷൻ ഉള്ളത്?
കോർഡിനൽ, ഫ്രണ്ട്ലി, അഗ്രസീവ്, കോപ്പറേറ്റീവ്. ഹോസ്റ്റൈലിന്റെ മീനിങ് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അൺഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുക, ഹേറ്റ്രഡോ ഒപ്പോസിഷനോ പുറത്ത് കാട്ടുക, അതാണ് ഹോസ്റ്റൈലിന്റെ മീനിങ്. അപ്പം ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനില് ഹോസ്റ്റൈലിന്റെ എക്സാക്ട് മീനിങ്ങുമായിട്ട് ക്ലോസ് ആയി നിൽക്കുന്നത് അഗ്രസീവ് എന്നുള്ളതാണ്. ബാക്കി 3 എന്താ, ഹോസ്റ്റൈലിന്റെ ഓപ്പോസിറ്റിൽ വരുന്നതാണ്. എടാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഉണ്ട്, മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അതെ, ക്ലിയർ. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്തതാണ് എ ഗുള്ളിബിൾ പേഴ്സൺ ഇസ് സംവൺ ഹൂ ഇസ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗുള്ളിബിൾ പേഴ്സണിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വരുന്നത് ഡൗട്ട്, സ്കെപ്ചർ, ഷ്രെഡ്, നേവ്, കോഷ്യസ്. അതായത് ഗുള്ളിബിൾ പേഴ്സൺ എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ട്രിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫൂൾ ആക്കാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ ഈ ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് നമ്മൾ പറയുന്നത് പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അപ്പം അതെന്തായിരിക്കും? നേവ് ആയിരിക്കും. അതിന്റെ മീനിങ് വരുന്നത് നേവ് ആയിരിക്കും. അടുത്തതാണ് ഇൻക്രെഡുലസിന്റെ ഓപ്പോസിറ്റ് മീനിങ്. അപ്പൊ ഇൻക്രെഡുലസിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഇൻക്രെഡുലസിന്റെ മീനിങ് എന്താണെന്ന് അറിയണം. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിലൊരു ഡൗട്ട് പ്രകടിപ്പിക്കുക, അതാണ് ഇൻക്രെഡുലസിന്റെ മീനിങ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ബിലീവിങ്. ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മളത് വിശ്വസിക്കുക, അതിനെയാണ് ഇൻക്രെഡുലസ് എന്ന് പറയുന്നത്, ഇൻക്രെഡുലസിന്റെ ഓപ്പോസിറ്റ്. അടുത്തത് ഫിക്കിൾ പേഴ്സൺ. ഒരു ഫിക്കിൾ പേഴ്സൺ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് തന്നെ ഒപ്പീനിയൻ മാറ്റുക, കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാത്തൊരു വ്യക്തി, അയാളെയാണ് നമ്മൾ ഫിക്കിൾ പേഴ്സൺ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ടൊരു ഒപ്പീനിയൻ അയാൾക്ക് ഉണ്ടാവില്ല. എപ്പോഴും അയാളുടെ ഒപ്പീനിയൻസും ഇഷ്ടങ്ങളും മാറിക്കൊണ്ടിരിക്കും. അയാൾ ഒരിക്കലും ലോയൽ ആയിരിക്കില്ല. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഫിക്കിൾ പേഴ്സൺ എന്തല്ല? താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഫിക്കിൾ പേഴ്സൺ എന്തല്ല എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഓപ്ഷൻസ് എന്തൊക്കെയാ? അൺസ്റ്റേബിൾ, ചേഞ്ചബിൾ, ലോയൽ, ഇൻകൺസിസ്റ്റന്റ്. അപ്പം അൺസ്റ്റേബിൾ, ഒരു ഫിക്കിൾ പേഴ്സൺ എപ്പോഴും അൺസ്റ്റേബിൾ ആയിരിക്കും. സെക്കൻഡ്ലി ചേഞ്ചബിൾ, അയാളുടെ ഒപ്പീനിയൻ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ഡി എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് ആണ്. ഒരു ഫിക്കിൾ പേഴ്സൺ ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഒരു ഫിക്കിൾ പേഴ്സൺ അല്ലാത്ത ഓപ്ഷൻ, ലോയലായി നിൽക്കുക. അപ്പൊ അതാണ് ഇവിടുത്തെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഔട്ട്ലോ. ഔട്ട്ലോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ട്ലോ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോയുടെ പ്രൊട്ടക്ഷൻ കിട്ടാത്ത ഒരാൾ, അല്ലെങ്കിൽ ഇപ്പം ഓൾറെഡി ലോ ബ്രോക്ക് ചെയ്തു അയാൾ, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ, അയാൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ലോയുടെ പ്രൊട്ടക്ഷൻ അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ എ പേഴ്സൺ ഹു സ്ട്രിക്ട്ലി ഫോളോസ് എ ലോ, അതല്ല. സെക്കൻഡ് ഓപ്ഷൻ ടു ഒഫീഷ്യലി പെർമിറ്റ് ആൻ ആക്ടിവിറ്റി ബൈ സ്റ്റാറ്റ്യൂട്ട്, അതല്ല. എ പേഴ്സൺ ഡിക്ലയർഡ് ബിയോണ്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ലോയുടെ പ്രൊട്ടക്ഷനിൽ നിന്ന് മാറ്റപ്പെട്ട ഒരാള്, അയാളുടെ അൺലോഫുൾ ബിഹേവിയർ കൊണ്ടും അല്ലെങ്കിൽ അയാൾ ലോ ബ്രോക്ക് ചെയ്തത് കൊണ്ടും ലോയുടെ പ്രൊട്ടക്ഷൻ കിട്ടാത്ത ഒരാള്, അതിനെയാണ് നമ്മൾ ഔട്ട്ലോ എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇനപ്റ്റൻസിന്റെ മീനിങ് എന്താണെന്ന്. ഇനപ്റ്റ്നെസ് മീൻ ചെയ്യുന്നത് നമുക്ക് എന്താ? ഒരു ക്ലംസിനെസ് അല്ലെങ്കിൽ ഇൻകോമ്പീറ്റൻസ്, അഥവാ നമുക്ക് വേണ്ട ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു എബിലിറ്റി നമുക്ക് ഇല്ലാതായി പോവുക, അതിനെയാണ് ഇനപ്റ്റ്നെസ് എന്നുകൊണ്ട് ടേം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇനപ്റ്റ്നെസിന്റെ മീനിങ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഏതൊക്കെയാ? പ്രൊഫഷണൽ എക്സലൻസ്, ലീഗൽ അതോറിറ്റി, ലാക്ക് ഓഫ് സ്കിൽ ഓർ കോമ്പറ്റൻസ്, സ്ട്രാറ്റജിക് തിങ്കിങ്. അപ്പൊ ആൻസർ ഏതാ വരിക? ലാക്ക് ഓഫ് സ്കിൽ ഓർ കോമ്പറ്റൻസ്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചില കേസസിൽ വേർഡ്സ് അല്ല തരിക, നമുക്കൊരു ഇഡിയം തരും അല്ലെങ്കിൽ ഒരു ഫ്രേസ് തരും. എന്നിട്ട് ഈ ഫ്രേസിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കും. ഇത്രയും നേരം നമ്മൾ ചെയ്ത എക്സസൈസ് എങ്ങനത്തെയാണ്? നമുക്കൊരു സിംഗിൾ വേർഡ് തരും, എന്നിട്ട് ആ വേർഡിന്റെ സിനോണിയംസ്, ആന്റോണിയംസും അല്ലെങ്കിൽ അതിന്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള മീനിങ്, അതാണ് നമ്മളോട് ചോദിക്കുക.
ഇനി എന്താണ്, നമുക്കൊരു സെറ്റ് ഓഫ് വേർഡ്സ്, അതായത് ഫ്രേസും ക്ലോസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? ഫ്രേസും ക്ലോസും ഇഡിയംസ് ഒക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അതിന് പറയണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു നല്ലതായിരുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഫ്രേസും അല്ലെങ്കിൽ ഇഡിയംസ് ഒക്കെ വന്നിട്ട് അതിന്റെ മീനിങ് ചോദിക്കും. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഫ്രേസ് ആണ് ടു മിൻസ് വേർഡ്സ്. ടു മിൻസ് വേർഡ്സ് എന്ന ഫ്രേസിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ക്ലിയർ ആയി പറയാതിരിക്കുക, അല്ലെങ്കിൽ എന്താണ് കുറച്ച് റൂഡായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക, അതിനെയാണ് മിൻസ് വേർഡ്സ് എന്ന ഫ്രേസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻസ് എന്തൊക്കെയാ? സ്പീക്കിംഗ് ബ്രീഫ്ലി ആൻഡ് കൺസൈസ്ലി, അതല്ല. സ്പീക്കിംഗ് ഇൻഡയറക്ട്ലി ഓർ ഡിപ്ലോമാറ്റിക്കലി, അതും അല്ല. തേർഡ് ഓപ്ഷൻ എന്താ? സ്പീക്കിംഗ് ഹാർഷ്ലി ആൻഡ് റൂഡ്ലി, ഹാർഷായിട്ടും റൂഡായിട്ടും സംസാരിക്കുക, അതാണ് ടു മിൻസ് വേർഡ്സ് എന്ന ഫ്രേസിന്റെ മീനിങ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the idiom go through and water means to. Go through fire and water എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഡേഞ്ചർ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും നെസസറി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുക, അതിനേക്കാണ് എന്തെന്ന് പറയുന്നത് ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന ടേം കൊണ്ട് നമ്മൾ, ആ ഇഡിയം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നാമത്തെ എന്താ? ആക്ട് കെയർലെസ്ലി ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ വരുമ്പം അതിന് അത്യാവശ്യം വേണ്ട കെയർ കൊടുക്കുക, അത് തോന്നിയ പോലെ ബിഹേവ് ചെയ്യുക, അതല്ല ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ്. സെക്കൻഡ് ഓപ്ഷൻ എന്താ? ഫേസ് എക്സ്ട്രീം ഡിഫിക്കൽട്ടീസ് ഫോർ എ കോസ്, അല്ല. മൂന്നാമത്തെ എന്താ? ടേക്ക് അൺനെസസറി റിസ്ക്. ഓക്കെ, ഇതാണ് ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ്. നമ്മൾ അൺനെസസറി ആയിട്ട് റിസ്ക് എടുക്കുക, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടിയും ഡേഞ്ചറും ഒക്കെ ഫേസ് ചെയ്യുക, അതിനെയാണ് ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഇസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ? മുമ്പ് ചോദിച്ചത് ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടറിന്റെ എക്സാക്ട് മീനിങ് ആണെങ്കിൽ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ക്ലോസസ്റ്റ് മീനിങ് ആണ്. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾക്ക് എല്ലാം കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അപ്പൊ അതും കൂടി ആലോചിച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്യണേ. അപ്പൊ എന്താ 4 ഓപ്ഷൻ എന്തൊക്കെയാ? ഒന്നാമത്തെ എന്താ? ടേക്ക് ദ ഈസി വേ ഔട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഫ്രേസിന്റെ മീനിങ് തന്നെ റിസ്ക് ടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഡിഫിക്കൽട്ടിയോ ഡേഞ്ചറോ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും എന്ത് വരില്ല? ടേക്ക് ദ ഈസി വേ ഔട്ട് വരില്ല. സെക്കൻഡ് ഓപ്ഷൻ എന്താ? റിസ്ക് അവോയ്ഡ് ചെയ്യുക, അവോയ്ഡ് റിസ്ക്, അതും എന്തിന്റെ മീനിങ് അല്ല? ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടറിന്റെ മീനിങ് അല്ല. തേർഡ് ഓപ്ഷൻ എന്താ? ത്രൂ തിക്ക് ആൻഡ് തിൻ, അതിന്റെ മീനിങ് എന്താ? കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്ത് പോവുക, അതായത് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് എന്തിന്റെ മീനിങ് ആയിട്ട് വരിക? ഈ ഇഡിയത്തിന്റെ ക്ലോസസ്റ്റ് മീനിങ് ആയിട്ട് വരിക. ക്ലിയർ ആണോടാ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഒന്ന് പറയോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. കുറച്ചും കൂടി വേർഡ്സ് മീനിങ് ഒക്കെ ചെയ്യുക, പ്രീവിയസ് ഇയർ കുറച്ചും കൂടി ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ എല്ലാം? ജിനീത ക്ലിയർ അല്ലേ? ആ, ക്ലിയർ ആണ് കേട്ടോ. എടാ ഒന്ന് ടൈപ്പ് ചെയ്തിടും, ഇതിന്റെ സൗണ്ട് എനിക്ക് കേൾക്കുന്നില്ല. ആ, അപ്പൊ കുറച്ചും കൂടി മീനിങ്സ് ഇതുപോലത്തെ ഇഡിയൻസിലൊക്കെ കൂടി പോകുക. പ്രീവിയസ് ഇയർ കുറച്ചുകൂടി ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. കാര്യം ബാക്കിയുള്ള 3 ഓപ്ഷൻസ് എപ്പോഴും എന്തായിരിക്കും? ഉള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് അങ്ങനെയും കൂടി നോക്കിയിട്ട് ഓപ്ഷൻസ് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.
ബൈ.